ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ചക്കക്കുരു കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഇതിന് നമുക്ക് എണ്ണയൊന്നും ആവശ്യമില്ല കേട്ടോ, വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതെങ്ങനെ നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് ചക്കക്കുരു തൊലി കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ അളന്നിട്ടൊന്നുമല്ല എടുത്തിട്ടുള്ളത് കേട്ടോ, എത്ര അളവിലായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഈ ചക്കക്കുരു നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം മുഴുവനായിട്ട് തന്നെ ആകുമ്പോൾ വറുത്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വറുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നന്നായിട്ട് വറവായി കിട്ടും. ഇനി നമുക്ക് നല്ല ചൂടായിട്ടുള്ള ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറം ഭാഗം കരിയും, പക്ഷേ നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്കൊരു വറവായി കിട്ടൂല. അപ്പോൾ നന്നായിട്ട് നല്ല രീതിയിൽ വറവായി കിട്ടിയെങ്കിൽ മാത്രമേ ആ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ നമുക്കത് പൊടിച്ചെടുക്കുന്ന സമയത്ത് പൊടിക്കാനൊക്കെ ഈസി ആയി കിട്ടുള്ളൂ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഞാനിതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇത് നീളത്തിൽ വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അരിഞ്ഞെടുക്കാം, എങ്ങനെ വേണമെങ്കിലും കനം കുറച്ചിട്ട് അരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ നമ്മളിങ്ങനെ പൊട്ടിച്ച് നോക്കുന്ന സമയത്ത് പൊട്ടി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് റോസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിത് അത്രയും പൊട്ടുന്നില്ല. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് നമ്മൾ വറുത്തെടുക്കേണ്ടത്. നന്നായിട്ട് വറവായിട്ട് നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതേ പാനിൽ തന്നെ നമ്മൾ 1 കപ്പ് അരിയും കൂടെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇത്രയും ചക്കക്കുരുക്ക് ഞാൻ 1 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ചക്കക്കുരു നമ്മൾ അരിഞ്ഞ് എടുത്തതിന് ശേഷം 1 കപ്പ് ചക്കക്കുരു ഉണ്ടായിരുന്നു. അപ്പോൾ അതേ അളവ് തന്നെയാണ് ഞാൻ അരിയും എടുത്തിട്ടുള്ളത്. അപ്പോൾ ചക്കക്കുരുവിൻ്റെ അതേ അളവ് തന്നെ അരി എടുക്കുക, ഇല്ലെങ്കിൽ ഒന്നിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ രണ്ടും പാകത്തിന് തന്നെ എടുക്കുക. അതും വറുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ഇതുപോലെ ഒരു ഉണ്ട ശർക്കര ഒന്ന് പൊട്ടിച്ചിട്ട് ചെറിയ 2 കഷ്ണങ്ങളാക്കിയിട്ട് അതാണ് ഞാനിതിലേക്ക് പാത്രത്തിലേക്ക് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ശർക്കരയൊക്കെ നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള എടുക്കുക. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു ശർക്കര ഉരുകുന്ന സമയം കൊണ്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അരി വറുത്ത അരി, അതുപോലെ 1 കൊപ്പര എടുത്തിട്ടുണ്ട്, അതുപോലെ നമ്മൾ വറുത്ത ചക്കക്കുരും കൂടെ, ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ശർക്കര ഞാൻ ഉരുക്കിയിട്ടൊന്ന് അരിപ്പയിലൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അതിൽ ആ ഒരു മണ്ണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള അരി, ചക്കക്കുരു, കൊപ്പര ഇതെല്ലാം കൂടെ ഈ ഒരു ശർക്കരയുടെ പാനിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കിയൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിന് വേണം നിങ്ങൾ ശർക്കര എടുക്കുന്ന സമയത്ത് നോക്കിയിട്ട് വേണം കേട്ടോ. ചിലർക്ക് നല്ല മധുരം വേണ്ടി വരും, ചിലർക്ക് പാകമുള്ള ഒരു മധുരമായിരിക്കും. ഈ ഒരു അളവിൽ ശർക്കര എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാകമുള്ള മധുരമായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇത് ഉരുളകളാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.